എന്റെ ജീവിതത്തിലെ ഇന്ന് കിട്ടിയ ഈ വിസ്മയകരമായ നിമിഷത്തെ ഞാൻ അർത്ഥം കൊടുത്ത് യോജിപ്പിക്കുന്നു. നയൻതാര, ആലിയ ഭട്ട്, പിന്നെ ക്രിമി ടോമി എല്ലാരും നമ്മൾ ഒരുമിച്ച് കണ്ടു. മൂപ്പർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു, കാരണം ആ രക്തപ്രസാദം ഞാൻ കണ്ടു. ദോഹയിലെ ഏറ്റവും ഉയരത്തിൽ നിന്ന് ദോഹ കാണാൻ പറ്റുന്നൊരു കാഴ്ചയായത്. 3 പേർക്ക് നല്ല ചൂടുള്ള പാല് കൊണ്ട് കൊടുത്തിട്ട് ആ പാല് തിരിച്ചു കൊടുത്തിട്ട് ചായ ആക്കിയിട്ട് വന്നിട്ടിരിക്കുകയാണ്. നിവിൻ പോളിനെ പോലെ ഇവനെ. നിങ്ങളുടെ ഒഫീഷ്യൽ ഖത്തർ ടൂർ ഇന്ന് മുതലാണ് ആരംഭിക്കുന്നത് കേട്ടോ. ഖത്തറിൽ വന്നിട്ട് 2 ദിവസമായി. അപ്പൊ ഇന്ന് മുതല് ഖത്തറിലെ കാഴ്ചകൾ. അച്ഛൻ എല്ലാ ദിവസവും രാവിലെ 5:30 എഴുന്നേറ്റിട്ട് നേരെ വക്ര ലക്ഷ്യമാക്കിയിട്ട് ഒരു നടപ്പ് നടക്കും. ഇവിടുന്ന് സ്ട്രെയിറ്റ് അങ്ങ് അറ്റത്തെ വരെ നടന്നിട്ട് എന്നിട്ട് എന്തെങ്കിലും കിട്ടണ്ട. എന്നിട്ട് ഇങ്ങോട്ട് ആ സ്കൂൾ വരെ പോയി രാവിലെ. ആ സ്കൂളിന്റെ അപ്പുറം മൈതാനം വരെ ഫുട്ബോൾ കോർട്ട്. ഇങ്ങോട്ട് മൈതാന സൂപ്പർ ഫുട്ബോൾ കോർട്ട്, ഒരു പേഴ്സണൽ ജിമ്മ്, ചെറിയ സംവിധാനമൊക്കെ ഉണ്ട്. അമ്മ ഒരേ ഇരിപ്പ്, തണുപ്പാണെന്ന് പറഞ്ഞിട്ട് ഒരേ ഇരിപ്പിരിക്കുന്നുണ്ട്. ഈ പട്ടിയിലാവുന്ന തെറ്റിയാണ്. രാവിലെ 2 പട്ടി ഇട്ടില്ലായി. നാട്ടിലെ പോലെ തുരത്തി കടിക്കുന്ന പട്ടി ഉണ്ടാവില്ല. 2 പട്ടി. നാളെ നടക്കുമ്പോ നേരെ സ്ട്രൈറ്റ് നടന്നാൽ മതി. അങ്ങോട്ട് പോയിട്ട് അടുത്തോട്ട് പോയി അവിടെ നേരെ പോയിട്ട് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ കുറെ റെസ്റ്റോറന്റുകൾ ഉണ്ട്. ആ സ്ട്രീറ്റ് മൊത്തം റെസ്റ്റോറന്റ്. നേരെ പോയിട്ട് ലെഫ്റ്റോട്ട് പോയാലും അത് ശ്രീലങ്കൻ റെസ്റ്റോറന്റ് ഒക്കെ ആയിരിക്കും. ശ്രീലങ്ക മതിയാ? നമുക്കെന്താ ചായ കുടിക്കുന്ന നാടൻ ചായ നമ്മളെ ചായ കിട്ടുമോ? പിന്നെ ഇതിനെ കഷ്ടപ്പെട്ട് ശ്രീലങ്കൻ ചായ കുടിക്കണേ. അപ്പൊ നമ്മള് നമ്മുടെ വണ്ടിയില് ഒരു റൈഡിന് ഇറങ്ങുകയാണ്. രാവിലെ ഇറങ്ങാൻ വിചാരിച്ചതാ, വൈകുന്നേരം 4 മണിയായിരുന്നേ ഉള്ളൂ. അക്ഷയുടെ വണ്ടി നല്ല ഷെയ്ഡഡ് പാർക്കിങ്ങില്. പക്ഷെ പുതിയ ആൾക്ക് പാർക്കിംഗ് ഇല്ല, അത് പുറത്താ ഉള്ളത്. അപ്പൊ പാർക്കിംഗ് ഒന്ന് സെറ്റ് ആക്കണം നമ്മുടെ ഫ്ലാറ്റില്. കുറച്ച് ദിവസത്തേക്ക് ഗെറ്റ് ഔട്ട് ഹൗസ് എന്ന് പറ, പുറത്തിറങ്ങി നിൽക്കാൻ പറ. ഇതിന്റെ ഉള്ളില് ഞങ്ങൾക്കുള്ള ഷെയ്ഡ് പാർക്കിങ്ങിൽ അവള് കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്യണം. ഞങ്ങള് ഖത്താരയിലെത്തി. ഖത്താരയിലെ പെട്ടി കണ്ടിട്ട് ഒരു കമന്റ് പറഞ്ഞോണ്ടിരിക്കാം. അന്ന് ഏതോ പടയാളിയുടെ തലയുടെ പടച്ചിട്ടാണ്. ആരുടെയാണത്? ആരുടെ കിരീടമാണ്? ഇത് ഫാൽക്കൺ പക്ഷിയുടെ അതിന്റെ ഹോസ്പിറ്റലാണ്. ആ ഫാൽക്കൺ പക്ഷിയുടെ തലയിൽ വെക്കുന്ന സാധനമാണ് ഇത്. ഖത്തറിലെ ഏത് മനുഷ്യൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് കൊണ്ടുപോകാൻ അറിയുന്ന ഒരേ ഒരു സ്ഥലം ഖത്താര കുന്നിന്റെ മേലെയാ. കമോൺ, ഖത്താര ഹിൽസ് കാണിച്ചു തരാം. നിങ്ങൾ ഇട്ടാവട്ടത്തിൽ തിരിയാണോ? ഓള് സുവൈര്യത്തില് ചായ പിടിക്കാൻ പോയിരിക്കാ. നിങ്ങൾ ഇട്ടാവട്ടം തിരിയാണോ? ഖത്താരയുടെ മേലെ ഇങ്ങനെ റെസ്റ്റോറന്റ് ഉണ്ടായിട്ട് ഇതുവരെ വന്നിട്ടില്ല. എന്നാ പിന്നെ ഇന്ന് അതായിക്കോട്ടെ. അക്ഷയ പറഞ്ഞു ഇവിടെ ഏതോ കോഴി ഉണ്ടെന്ന്. ഏത് കോഴി? ഞാനല്ലാതെ മറ്റൊരു കോഴി എനിക്ക് ഇവിടെ കാണുന്ന കോഴി, ആട്, ആടുകളാണ്. കോഴി. ഓ കണ്ടോ, ഖത്തറിൽ വന്നിട്ട് കോഴിയെ കണ്ടു. സമാധാനായോ? സന്തോഷമായോ? ഇന്ന് ഖത്തറിൽ കോഴി ഇല്ലാണ്ടൊന്നുമില്ല. നിങ്ങള് നാട്ടിൽ പോയിട്ട് ഖത്തറിൽ പോയി എന്തൊക്കെ കണ്ടു? ആടിനെ കണ്ടു, കോഴിയെ കണ്ടു, നാരകം കണ്ടു. വീട്ടിലൊരു പിങ്കിയും മോട്ടും ഉണ്ടായിരുന്നു, ജമുന പ്യാരി. അപ്പൊ നമ്മളതിന് പിണ്ണാക്കൊക്കെ ഇങ്ങനെ കലക്കുണ്ടാവല്ലേ, അത് കൊടുക്കും. അപ്പൊ അതിന്റെ ചെവി ഫുൾ ഇങ്ങനെ കഴിക്കുമ്പോ ഫുൾ ചെവിയൊക്കെ അതില് വീഴും. എല്ലാം നക്കി തുടച്ചതിന് ശേഷം പിന്നെ ഓരോ ചെവിയായിട്ട് ഇത്ര വരെ. അങ്ങനൊന്നുമില്ല ഇവിടെ. അതിനെ ഈ സ്ഥലത്ത് പിടിക്കുന്ന ചെടി നട്ടുന്നേ ഉള്ളൂ. ഇതൊരു കൾച്ചറൽ വില്ലേജാ ഖത്താര എന്ന് പറഞ്ഞത്. അതല്ല, ഞാനൊരു അറബീനെ 2-3 വീട്ടില് നമ്മളിതില്ലേ ആലിന്റെ ഇല, വേനൽക്കാലത്ത് നല്ലോണം ആലുണ്ടാവില്ലേ, അങ്ങനെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇവിടെ വരുന്ന ആൾക്കാർക്ക് വേണ്ടിട്ടാ. ഈ ആടിന്റെ കൂടിന്റെ ഇടുന്ന് കുറച്ച് നല്ല മണം ആയിക്കോട്ടെ വെച്ചിട്ടായിരുന്നു. ഖത്തറിൽ വന്നിട്ട് എന്തൊക്കെ കണ്ടു മാഷ്? ആടിനെ കണ്ടു, കോഴിയെ കാണാൻ വരൂ. ഇതാ കൂട്ടുകയറുന്ന കോഴി. ഈ കോഴിയുടെ ഒക്കെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആലോചിച്ച് നോക്കി. ഇവിടെ വരുന്ന ഓരോ ടൂറിസ്റ്റുകളും മൊബൈലും എടുത്തിട്ട് ഇതിന് ചുറ്റും കറങ്ങൂലേ. സെക്യൂർ ആയിട്ടുള്ള കോഴികളാണ് ഇത്. ലോകത്തിലെ ഏറ്റവും സുരക്ഷയുള്ള കോഴികളാണ്. ഇത്രയും നല്ലൊരു ടൂറിസ്റ്റ് അട്രാക്ഷനില് ഇത്രയും സുരക്ഷയിൽ ജീവിക്കുന്ന കോഴികളായത്. ചായ കുടിക്കുകയാണ് ഞങ്ങൾ ലുസൈലിൽ വന്നിട്ട്.
അതായത് ലുസൈലിൽ വന്നിട്ടാണല്ലോ. ലുസൈലിൽ കാറ്റൊക്കെ കൊണ്ട് റഷ് ടൈം എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് ഇവിടെ. ആ റഷ് ടൈമിൽ നിന്ന് ചായയൊക്കെ കുടിച്ചിരിക്കുകയാണ്. ഞാൻ ബുദ്ധിപരമായിട്ട് സുലൈമാൻ ഓർഡർ ചെയ്തു, എനിക്ക് സുലൈമാൻ കിട്ടി. ഇവർ ഭയങ്കര കൺഫ്യൂഷൻ, കറക്റ്റ് ചായ വേണോ ഫ്രഷ് മിൽക്ക് വേണോ എന്നൊക്കെ ആലോചിച്ച് ലാസ്റ്റ് ഫ്രഷ് മിൽക്ക് എന്ന് പറഞ്ഞു. ഫ്രഷ് മിൽക്ക് വന്നപ്പോൾ 3 പേർക്ക് നല്ല ചൂടുള്ള പാല് കൊണ്ട് കൊടുത്തിട്ട് ആ പാല് തിരിച്ചു കൊടുത്തിട്ട് ചായ ആക്കിയിട്ട് വന്നിട്ടിരിക്കുകയാണ്. പണ്ടേ ഫ്ലോപ്പ് ആവുന്നതുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞു. അവള് പച്ചക്കിരിക്കുന്നു. പക്ഷെ ഫ്രഷ് മിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഷ് മിൽക്ക് ടീയാ വരാറുള്ളത്, ഫ്രഷ് മിൽക്കായിട്ട് കിട്ടുന്ന ആദ്യമായിട്ടാ. സോ ഇവിടെ ഇങ്ങനെ റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഇവിടെ കടപ്പുറത്തെ കാഴ്ചയൊക്കെ കണ്ടിട്ട് ഇളം കാറ്റൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ ഇരിക്കാം. ബിൽഡിങ്ങിന്റെ നിപ്പറ് ശരിയില്ലല്ലോ, അത് പിടിഞ്ഞു പൊടിഞ്ഞ് വീഴാൻ സാധ്യതയില്ലേ. അതാണ് 6 ആഗ് ബിൽഡിംഗ്. 6 ആഗ് ഇങ്ങനെയുള്ള ആ ബിൽഡിങ്ങിന്റെ അതേ ടൈപ്പ് കൺസ്ട്രക്ഷൻ ആണ് ഈ ബിൽഡിങ്ങോ. എടോ അത് ആ അപ്പുറത്തെ ആംഗിളിൽ പോയാൽ കറക്റ്റാ. ഇതിപ്പോ ഇവിടുന്ന് നമ്മൾ നേരിട്ട് നോക്കുന്നുണ്ടോ. ഇതും അതും ഒരേ ഹൈറ്റാ. സൈക്കിൾ നോർമൽ സൈക്കിൾ ഓടിക്കാൻ അറിയാ, എന്നിട്ടാണ് നിങ്ങൾ ഇത് ഓടിക്കാൻ പോണേ. ഒരു കാലത്ത് അയച്ചാൽ അടുത്ത കാലത്ത് മേലെ വെക്കണ്ടേ. അത് ഓരോതായിരിക്കും. അത് വാടകയ്ക്ക് എടുക്കുന്നയാ മണിക്കൂറിന്. ഇവിടെ വെച്ചിട്ട് 2 ആൾക്കാരെ കൂടി കണ്ടിട്ടുണ്ട്. എവിടെ നിങ്ങളുടെ നാട്ടിലെവിടെയാ? ഇവനോ? തലശ്ശേരി. അടിപൊളി. നിങ്ങൾ ഇതുപോലെ കറങ്ങാറിയാലേ. നടക്കട്ടെ, കാണാം. ഇതിന്റെ പേരെന്താ? റജീബ്. റജീബിന്റെ ഷോപ്പാട്ടാ റഷ് ടൈം അല്ലേ. അടിപൊളി. റജീബ് എപ്പോഴും മെസ്സേജ് ഉണ്ട് ഒരു ദിവസം ഇങ്ങോട്ട് വരണം. ഇന്ന് യാദൃശ്ചികമായിട്ട്. ഹായ്. നിങ്ങൾ 2 മലയാളികളാണ് ഇവിടെ ഇങ്ങനെ സ്ഥാപനം നടത്തുന്നത്. സൂപ്പർ. അപ്പോൾ ദ ബെസ്റ്റ്. പൊടിക്ക്. ആണോ? ഫ്രഷ് മിൽക്ക് പറഞ്ഞപ്പോ ചൂടുള്ള പാൽ കൊടുത്തിട്ട് ആളാവൻ. അടിപൊളിയായിരുന്നു. 2ാമത് ചായ കിട്ടി. വാ. 61ാമത്തെ നിലയിലൊക്കെ പോണേ. ഇപ്പൊ ചെവി അടിയുന്ന മനോഹരമായ ഒരു അനുഭവം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അത്രക്കൊന്നുമില്ല. ഇതാണ് ഇവിടെ നിന്നുള്ള കാഴ്ച. ദോഹയിലെ ഏറ്റവും ഉയരത്തിൽ നിന്ന് ദോഹ കാണാൻ പറ്റുന്നൊരു കാഴ്ചയായത്. നമ്മൾ വന്ന ടൈം വെരി ഗുഡ് ടൈമാണ്. ഈ ഹോട്ടലിൽ വേറെ ആരും ഇല്ലാത്ത സമയത്താണ് വരുന്നത്. ഇതാണ് ദോഹയുടെ ഉയരത്തിൽ നിന്ന് ദോഹ കാണുന്ന കാഴ്ച. കാണേണ്ട കാഴ്ച തന്നെ. താഴേക്ക് നോക്കിയാൽ നമ്മളിപ്പോ വന്ന ബിൽഡിങ്ങുകളാണ് ഈ കാണുന്നതൊക്കെ. വന്ന റോഡ്, അതിന്റെ അപ്പുറത്തിപ്പുറത്തുണ്ടായ ബിൽഡിങ്ങുകള് ഇവിടുന്ന് മൊത്തം കാണാം അല്ലേ, ദോഹ മൊത്തം. എനിക്കല്ലെങ്കിൽ എനിക്ക് ഉന്നത സ്ഥാനം ഫീൽ ചെയ്യുന്ന ഒരു സാധനമുണ്ട്. അങ്ങനെയുണ്ടോ? നിങ്ങൾ കുറച്ച് മുന്നോട്ട് വന്നിട്ട് താഴേക്ക് നോക്കിയേ. അതാ പറഞ്ഞ പറ്റില്ല. ഇത് സെക്യൂർഡാ. നോക്ക്, അങ്ങനെ വീഴൂല. ഇത് തൊട്. ഇനി ചേർത്ത് നിന്നോ. ദൈവമേ, അങ്ങനെ പേടിയുണ്ടാ? ഉന്നത സ്ഥാനം ഫീൽ ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട്. അല്ല, അത് എനിക്ക് ഗ്ലാസ് ബ്രിഡ്ജിലൊക്കെ പോകുമ്പോഴേ. ഈ ബിൽഡിങ്ങിനെ വിലൊക്കെ ഇല്ല. എങ്ങനെയുണ്ട്? ഉയരത്തിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും കവിത എല്ലാം തോന്നുന്നുണ്ടോ? ഉന്നതന്മാർ ഉയർച്ചക്കായി അത്യന്തം താണിടുന്ന പോകുന്നു. അത്രയാണ്. വലിയ ആൾക്കാര് വീണ്ടും ഉയർച്ചക്ക് വേണ്ടി താഴ്ന്നു കൊടുക്കണം. അങ്ങനെയാ വേണ്ടത്. ഹൗസ് ഇറ്റ്? ഔന്നത്യം. നല്ല കാഴ്ചയല്ലേ? നമ്മുടെ റൈറ്റ് ടൈമിലാണ് ഞങ്ങൾ വന്നത്. വൈകുന്നേരം 6:30 സമയം. ഈ ഹോട്ടലിൽ ആരും ഇല്ലാത്ത സമയം. ഇത് വെസ്റ്റ് ബേ എന്ന് പറയും. ദോഹ വെസ്റ്റ് ബേ. എന്താ വായിക്കുക? അൽ വട്ടൻ സെന്റർ. അൽ വട്ടൻ സെന്റർ. ഓൾ ഞാൻ വായിച്ചു നോക്കുമ്പോ കൊരല്ലേ ഉള്ളൂ. ഓൾ വട്ടൻ അല്ല, അൽ വട്ടൻ സെന്റർ. ഇത് ആ കാണുന്നതാണ് വാൾ സിഗ്നൽ. അത് വാൾ സിഗ്നൽ. അതിന്റെ തൊട്ടടുത്ത് അൽ വത്താൻ സെന്റർ. അൽ വത്തൻ. ഓളും വട്ടനല്ല, ഒരു വട്ടനില്ല. അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? ദാ എന്നൊക്കെ പറയില്ലേ, അതായത് ഒരു ബഹുമാനത്തോടെ ആ സാധനമാണിത്. ദ കിങ് എന്നൊക്കെ പറയുന്ന പോലെയാണ് അൽ ഉപയോഗിക്കുക. ആരാത്? ഹായ്, പേര് പറഞ്ഞേ? മയൂഖ. പേരാണല്ലോ. മയൂഖ എങ്ങോട്ടാ പോണേ? നാട്ടിൽ പോവാ? നാട്ടിലേക്ക് പോവാണോ? ശരി, ടാറ്റാ.
ദുര്യോധനന് ചുടുരക്തത്താൽ കെട്ടുവാൻ തന്നെയാണ്. ഞാൻ ബഷീറിന്റെ നാരായണി. അന്ധമായിരുന്നു നാം, ഒരിക്കൽ നാം അതറിയണം. സൂര്യൻ മറഞ്ഞ സായന്തനം ഒറ്റമാത്ര കൊണ്ട് അസ്തമിക്കും മുൻപ് ഉത്സവങ്ങളായി തീർക്കണം നാളുകൾ. കടമനിട്ട് രാമകൃഷ്ണൻ പറയുന്നത് വിസ്മയം പോലെ ലഭിക്കും നിമിഷങ്ങൾക്ക് അർത്ഥം കൊടുത്ത് ജ്വലിപ്പിക്കുകയാണ് നാം. ഇപ്പൊ എൻ്റെ ജീവിതത്തിലെ ഇന്ന് കിട്ടിയ ഈ വിസ്മയകരമായ നിമിഷത്തെ ഞാൻ അർത്ഥം കൊടുത്ത് ജ്വലിപ്പിക്കുന്നു. മലയാള സാഹിത്യത്തിന് കിട്ടാവുന്ന ഏറ്റവും മനോഹരമായ ആദരവായി ഞാൻ ഈ കലാശില്പത്തെ കാണുന്നു. മനസ്സ് നിറഞ്ഞോ? ആ രക്തപ്രസാദം ഞാൻ കണ്ട് ആസ്വദിക്കുകയായിരുന്നു. അല്ല നിക്ക് അവിടെ എങ്ങനെയുണ്ട് പരിപാടി? മൂപ്പർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ആ രക്തപ്രസാദം ഞാൻ കണ്ടു. ഞാൻ എന്തെല്ലാം കാണിച്ചിട്ടും തൃപ്തിയായിട്ടുണ്ടായിരുന്നില്ല. അടുത്ത 10 ദിവസത്തിൽ എന്തുണ്ടെങ്കിൽ വിളിച്ചോട്ടാ. പശുവിനെയൊക്കെ അനിയനെ ഏൽപ്പിച്ചിട്ടാ വന്നേക്കുന്നത്. പോന്നാ കൊറേ വർഷങ്ങൾക്ക് ശേഷം അവനെ വീണ്ടും കണ്ടുമുട്ടുകയാണ്. നിവിൻ പോളിനെ പോലെ ഇവനെ ഹാപ്പി. ഇന്നത്തെ ദിവസം സംപ്രീതനായി. അല്ല ഞാന് അതിനുള്ള നന്ദി നിങ്ങളോട് ഞാൻ നേരിട്ട് കണ്ട് പറയാൻ നിൽക്കുകയായിരുന്നു. ഇപ്പൊ നിങ്ങൾ പുറത്തുനിന്ന് കണ്ടത് നന്നായി. താങ്ക് യു സോ മച്ച്. ഇന്നത്തെ ദിവസം ഇനി ഈ ഒരാഴ്ചക്കുള്ള എന്തെങ്കിലും ഇങ്ങനെ പരിപാടി ഉണ്ട് പറയണേ. അടിപൊളി. താങ്ക് യു. സോ ഇന്നത്തെ നിങ്ങളുടെ ലാസ്റ്റ് പരിപാടി ഒരു സെലിബ്രിറ്റി മീറ്റപ്പ് ആണ്. ആ സെലിബ്രിറ്റി മീറ്റപ്പ് ആണ് ഈ നടക്കുന്നത്. ആലിയ ഭട്ട് അതിനെ കണ്ടോണ്ടിരിക്കുകയാണ്. റിമിടോമി ഒന്ന് ഇങ്ങോട്ട് വരുമോ? റിമിടോമി ഇനി ഇല്ലല്ലോ. നയൻതാര ഉണ്ടല്ലോ. നയൻതാര വാങ്ക നയൻതാര, ആലിയ ഭട്ട്, പിന്നെ ക്രിമിടോമി എല്ലാരും നമ്മൾ ഒരുമിച്ച് കണ്ടു. നിങ്ങളുടെ ഇന്നത്തെ ദിവസം ഫുൾ പാക്ഡ് ആയില്ലേ? പാക്ഡ് ആയില്ലേ? മുരുകൻകാട്ട കടേനെ കണ്ടു. ഇപ്പതേ സൂപ്പർ സ്റ്റാറുകളെ കണ്ടു. ഇനപ്പുറത്താ വേണ്ടേ? മറ്റെന്ത് വേണം നിനക്ക് ഈ മഞ്ഞിൽ? മുറ്റൊന്നിൻ ഭാഗ്യമേ ഭാഗ്യം. കഴിഞ്ഞു. ഇതോടെ തീർന്നു കേട്ടോ. ഇന്ന് പറയാൻ വെച്ച എല്ലാ കവിതയും തീർന്നു. ഇനിയില്ല. താങ്ക് യു സോ മച്ച്. ഇനി വേണ്ട, ഇത്രയും മതി. ഇത് വിലക്ക് വേണ്ട. ഞാന് പിന്നെ മറ്റേ ജേഴ്സി പശുവിനെല്ലാം വാങ്ങിയത്. ഇങ്ങോട്ടൊന്നുമില്ല, ഇത് അങ്ങോട്ടേ ഉള്ളൂ. പശു അല്ല, പശു. ട്രീറ്റ് നീങ്ക റേഡിയോയിൽ വരുമ്പോൾ ഉங்களுக்காக നല്ല സൂടാന കട്ടൻ ചായ കൊടുക്കും. ഒരു ഷവർമ കഷ്ണം പ്ലസ് ഒരു കട്ടൻ ചായ ഉനക്കാக വെയിറ്റ് பண்ணிட்டே இருக்கு. அது ரேடியோ காசுல வாங்கி தருவேன். உன் காசுல வாங்கிதா? ஆமா இல்ல, அது ஏன் காசுல தான் வாங்கி கொடுக்கும். இச்சா പറഞ്ഞോടുക. വണ്ടി ശരി. ടാറ്റ, ബൈ. അപ്പൊ ഇതോടെ ഈ ഒരു ദിവസം കഴിഞ്ഞ്